Hi friends, welcome back to my YouTube channel. E4 മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ അസ്ട്ര ഡിജിറ്റൽ റിമോട്ട് കിറ്റിൻ്റെ അൺബോക്സിങ് റിവ്യൂ കൂടിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതുപോലുള്ള പാക്കിങ്ങിലാണ് നമുക്ക് ഈ റിമോട്ട് കിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു യൂസർ മാനുവലാണ്. ഈ റിമോട്ട് കിറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു യൂസർ മാനുവലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ യൂസർ മാനുവൽ ഇല്ലെങ്കിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റ് റിമോട്ട് കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു റിമോട്ട് കിറ്റാണ് അസ്ട്ര ഡിജിറ്റൽ റിമോട്ട് കിറ്റ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ രീതിയിൽ തന്നെ വന്ന് നിൽക്കും. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഓപ്ഷനൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു റിമോട്ട് കിറ്റിനകത്ത് ടെസ്റ്റ് ടോണൊക്കെ വരുന്നുണ്ട്. നമ്മൾക്ക് സ്പീക്കറൊക്കെ കണക്ട് ചെയ്തത് കറക്റ്റ് ആണോ, വർക്കിംഗ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ടോണും ഇതിൽ വരുന്നുണ്ട്. എല്ലാ ചാനലും കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തതെന്നറിയാൻ ഈ ഒരു ടെസ്റ്റ് ടോൺ നമുക്ക് ഉപകാരപ്പെടും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. ബബിൾസ് കവറിലൊക്കെ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. നല്ല സേഫായിട്ട് തന്നെയാണ് നമുക്ക് പാക്കിങ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് അക്രലിക് ഷീറ്റിൽ, കൂളിംഗ് ഷീറ്റിലാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് ബട്ടൺസ് എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബട്ടൺസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം, എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നതെന്ന്. ഫസ്റ്റ് നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ മോഡ് റിലീസ് ചെയ്യാനാണ്. ഇവിടെ ഒരു മോഡ് ബട്ടൺ, SD കാർഡ് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 5.1 2.1 കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പ്രിവ്യൂ, നെക്സ്റ്റ്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു USB പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു പ്ലേ പോസ് ബട്ടനാണ് വരുന്നത്. ഇത്രയും ഓപ്ഷനാണ് നമ്മുടെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഡിസ്പ്ലേ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഡിസ്പ്ലേ കാണൂ. ഒരു വൈറ്റ് LED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. മറ്റ് റിമോട്ട് കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു റിമോട്ട് കിറ്റ് തന്നെയാണിത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു പാനലാണ് വരുന്നത്. ബ്രാൻഡഡ് സെറ്റുകളിലൊക്കെ വരുന്ന അതേ ഒരു മോഡലുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം, PCBയുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റിയുള്ള ഡബിൾ സൈഡ് PCBയിലാണ് ഇവർ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി PCBയിൽ തന്നെയാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്പോണൻസും നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് വരുന്നത്. പുറകിലാണ് നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് ആൻറ്റിനയും FM ആൻറ്റിനയും പുറകിലാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്പ്ലേയിൽ തന്നെയാണ് നമ്മൾ എൻകോഡറൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ FM ആൻറ്റിന കണക്ട് ചെയ്യുന്നത്. എല്ലാം കണക്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ റോട്ടറി എൻകോഡർ കണക്ട് ചെയ്യേണ്ടത്. ഡോൾബി DTS ഒക്കെ സപ്പോർട്ടായിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് തന്നെയാണ് ഇത്. നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. സബിനൊക്കെ നല്ല ഹാർഡ് ബേസാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഈ റിമോട്ട് കിറ്റിൻ്റെ പ്രീ ബോർഡ് വരുന്നത്. ഈ ബോർഡും ഡബിൾ സൈഡ് PCBയിൽ തന്നെയാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹൈ ക്വാളിറ്റി PCBയിൽ തന്നെയാണ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിമോട്ട് കിറ്റ് നമ്മൾ ഒരു പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ കത്തും. ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. ഇതും കണക്ടർ തന്നെയാണ് വരുന്നത്. സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ബാക്ക് സൈഡ് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇതിനകത്ത് 12 വോൾട്ട് ആണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. സിംഗിൾ സപ്ലൈ ആണ്. 1 ആംപിയർ മുതൽ 2 ആംപിയർ വരെ നമുക്ക് ഇതിൽ കൊടുക്കാം. റിമോട്ട് കിറ്റിന് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ SMPSO അല്ലെങ്കിൽ അഡാപ്റ്ററോ യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമറിൽ നിന്നും കൊടുക്കാതിരിക്കുക. ഇവിടെയാണ് നമുക്ക് കോയോക്സിൽ ഇൻപുട്ട് വരുന്നത്. കോയോക്സിൽ 1, കോയോക്സിൽ 2, 2 കോയോക്സിലാണ് നമുക്കിതിൽ വരുന്നത്. ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, 2 ഒപ്റ്റിക്കലാണ് ഇതിൽ വരുന്നത് ഇൻപുട്ട്.
ഒരു 5.1 DVD ഇൻപുട്ടും ഇതിൽ വരുന്നുണ്ട്. 2 ഓക്സ് ഇൻപുട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്നത്. ഈ റിമോട്ട് കിറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നതും നമുക്ക് കണക്ട് തന്നെയാണ്. ഒരു 6RC വഴിയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. മറ്റ് റിമോട്ട് കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ് കമ്പനി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ബട്ടൺസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു 2.1 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ബാസ്, അതിൻ്റെ താഴത്തായിട്ട് ട്രബിൾ. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിനാണ് നമുക്ക് ബാസും ട്രബിളും വർക്ക് ചെയ്യുന്നത്. ഈ റിമോട്ടിൽ SM എന്നൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ ചാനലിൻ്റെയും വോളിയം കൂട്ടാനും കുറക്കാനും പറ്റുന്നത്. ഓരോ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ചാനലായിട്ട് മാറി മാറി വരുന്നത്. അതിൻ്റെ താഴത്തായിട്ടൊരു മ്യൂട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് USB സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നത്. SD കാർഡ്, അതിൻ്റെ താഴത്തായിട്ട് FM, ഓക്സ് 1, ഓക്സ് 2, DVD ഇൻപുട്ട്, ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, കോയാക്സിൽ 1, കോയാക്സിൽ 2, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ചെറിയ 2 ബാറ്ററിയാണ് വരുന്നത്. സാധാ ടോർച്ചിലൊക്കെ വരുന്ന 2 ബാറ്ററിയാണ് വരുന്നത്. കമ്പനി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. കണക്ട് ചെയ്യാനുള്ള കേബിളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു കവറിലാക്കിയിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കവറിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ കൺട്രോൾ വരുന്നത്. റോട്ടറി എൻകോഡറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമ്മൾ ഓരോ പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോ ഓപ്ഷനായിട്ട് മാറുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എല്ലാം കണക്ടർ തന്നെയാണ് വരുന്നത്. നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് FM-ൻ്റെ ആൻറ്റിന. ഇത് നമ്മൾ എൻകോഡർ കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ റിമോട്ട് കിറ്റ് ഒന്ന് പവർ സപ്ലൈ കൊടുത്ത് ഓണാക്കി നോക്കാം. ഡിസ്പ്ലേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഈ റിമോട്ട് കിറ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് 12 വോൾട്ട് ഒരു 2 ആംപിയറിൻ്റെ SMS ആണ് കൊടുത്തിരിക്കുന്നത്. പവർ ഓണായ ഉടനെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാം. നല്ല വൈറ്റ് LED ഡിസ്പ്ലേ ആണ്. ബ്രാൻഡഡ് സെറ്റുകളിലൊക്കെ വരുന്ന അതേ രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വൈറ്റ് LED ഡിസ്പ്ലേ ആണ് വരുന്നത്. റിമോട്ട് കിറ്റ് ഇപ്പോഴും FM മോഡിലാണുള്ളത്. ഞാനിപ്പോൾ റിമോട്ട് ഉപയോഗിച്ച് അതിൻ്റെ മോഡ് മാറ്റാം. നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെ മോഡുകളാണ് വരുന്നതെന്ന്. ഫസ്റ്റ് ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഓക്സ് 1, ഓക്സ് 2, AC3 വരുന്നത് നമുക്ക് DVD ഇൻപുട്ടായിട്ടാണ് വരുന്നത്. ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, കോയാക്സിൽ 1, കോയാക്സിൽ 2, 3 ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ബ്ലൂടൂത്ത്, 3 ഓപ്ഷനാണ് നമുക്ക് ഈ റിമോട്ട് കിറ്റിൽ വരുന്നത്. റിമോട്ടിനകത്ത് SM പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ചാനലിൻ്റെ വോളിയം വരുന്നത്. ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സബ് വരും. അങ്ങനെ ഓരോ പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ ചാനലായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു പ്രസ് ചെയ്തു, സബിൻ്റെ വോളിയം വന്നു. 25 വരെയാണ് സബിൻ്റെ വോളിയം വരുന്നത്. 25 വരെ നമുക്ക് കൂട്ടാനും 25 വരെ നമുക്കിത് മൈനസ് ആക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. നമ്മളൊരു പ്രസ് കൂടി ചെയ്യുമ്പോൾ സറൗണ്ട് ആണ് വരുന്നത്. ഫ്രണ്ട് ലെഫ്റ്റ് ആണ് വരുന്നത്. ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, അങ്ങനെയാണ് വരുന്നത്. സെൻറ്റർ എല്ലാം നമുക്ക് 25 പോയിൻ്റ് വരെയാണ് നമുക്ക് ഇതിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാസ് ട്രബിൾ എത്ര ശതമാനം വരെ വരുന്നുണ്ടെന്ന് നോക്കാം. ബാസ് നമുക്ക് 12 പോയിൻ്റ് വരെയാണ് വരുന്നത്. 12 പോയിൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രബിളും നമ്മൾക്ക് 12 പോയിൻ്റ് വരെയാണ് വരുന്നത്. 12 പോയിൻ്റ് വരെ കൂട്ടാനും 12 പോയിൻ്റ് വരെ മൈനസ് ചെയ്യാനും പറ്റും. ഈ റിമോട്ട് കിറ്റ് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കൊരു 10 മീറ്റർ വരെ നല്ല അടിപൊളിയായിട്ട് റിമോട്ട് കിറ്റ് സെൻസർ ചെയ്യുന്നുണ്ട്. നല്ല പവറുള്ള ഒരു സെൻസർ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ റിമോട്ട് കിറ്റ് ഫസ്റ്റ് ഇറങ്ങിയ മോഡലുകളിലൊക്കെ ഹമ്മിങ് നോയ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ അതൊക്കെ റെഡിയാക്കി നല്ല അടിപൊളിയായിട്ടുള്ള റിമോട്ട് കിറ്റിലാക്കി ഇറക്കിയിട്ടുണ്ട്. നല്ല വർക്കിംഗ് തന്നെയാണ്. യാതൊരുവിധ ഹമ്മിങ് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ റിമോട്ട് കിറ്റ് തരുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ്. ഈ റിമോട്ട് കിറ്റിലേക്ക് ഒപ്റ്റിക്കൽ വഴി ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോൾബി DTS സപ്പോർട്ട് ചെയ്യുന്നതാണ്.
നല്ല വർക്കിംഗ് തന്നെയാണ്. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. കറക്റ്റ് ഡോൾബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഇതിനകത്ത് നെക്സ്റ്റ് അപ്ഡേഷനിൽ HDMI കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത അപ്ഡേഷനിൽ വരുമായിരിക്കും. ഇവിടെ ഒരു പോർട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. HDMI നമുക്കിതിൽ ഇപ്പോൾ സപ്പോർട്ടല്ല. ഈ 6RCയിലാണ് നമുക്കിതിൻ്റെ 5.1 ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് 6RCൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് വയർ കട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആമ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ സബിൻ്റെ ഫിൽറ്ററൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ബേസ് തന്നെ നല്ല ഹാർഡ് ബേസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ചെയ്യാൻ ഒരു പ്രചോദനമുണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.